താമര വിട്ട് കൈപിടിച്ച് സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് ചേക്കേറുമ്പോൾ വരും ദിവസങ്ങളിൽ കൂടുതൽ രാഷ്ട്രീയ മാറ്റങ്ങൾക്ക് കൂടി പാലക്കാട് വേദിയായേക്കും. പാലക്കാട് നിന്നും കൂടുതൽ വിവരങ്ങളുമായി അജയ്നാഥ് എനിക്കൊപ്പം ചേരുകയാണ്. അജയ്, സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ പാലക്കാട് തെരഞ്ഞെടുപ്പിൽ അത് എങ്ങനെയാകും കോൺഗ്രസ് വിലയിരുത്തുന്നത്? എന്തൊക്കെയാണ് ഈ സർജിക്കൽ സ്ട്രൈക്ക് പാലക്കാട് പ്രധാനമായും വരുത്തുന്ന രാഷ്ട്രീയ മാറ്റങ്ങൾ? സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് കടന്നു വരുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ചില വസ്തുതകൾ കൂടിയുണ്ട്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള കടന്നുവരവ് ഭൂതകാലത്തിൽ കോൺഗ്രസിൽ നിന്നും BJP-യിലേക്ക് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പല നേതാക്കന്മാരും കടന്നു പോയിട്ടുണ്ട്. അവർക്കുള്ള ഒരു മറുപടി എന്ന വണ്ണമായിരിക്കും കോൺഗ്രസിനെ നോക്കി കാണുന്നത്. അതേപോലെ തന്നെ BJP-യുടെ രാഷ്ട്രീയത്തിനൊരു തിരിച്ചടി എന്ന നിലയിൽ കോൺഗ്രസ് ഇതിനെ നോക്കി കാണുന്നു. പക്ഷേ അവിടെ കോൺഗ്രസ് മനസ്സിലാക്കുന്ന അല്ലെങ്കിൽ കോൺഗ്രസ് ഇപ്പോൾ ആശങ്കയോടെ കാണുന്ന മറ്റൊരു കാര്യമുണ്ട്. സന്ദീപ് വാര്യരുടെ രാഷ്ട്രീയം തന്നെയാണത്. മുൻപ് സൂചിപ്പിച്ച പോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. പി സരിൻ ഇടതുപക്ഷത്തേക്ക് ചേക്കേറുന്ന ഘട്ടത്തിൽ ആ പി സരിനുള്ള മറുപടി കൂടിയായി സന്ദീപ് വാര്യരുടെ അല്ലെങ്കിൽ പി സരിൻ്റെ ആ ഒഴിവ് നികത്താനുള്ളൊരു മാർഗ്ഗമായി കൂടി സന്ദീപ് വാര്യരുടെ ഈ വരവ് കോൺഗ്രസ് നോക്കി കാണുന്നു. പക്ഷേ അപ്പോൾ പോലും മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അത് സന്ദീപ് വാര്യരുടെ ഭൂതകാല രാഷ്ട്രീയമാണ്. സന്ദീപ് വാര്യർ ഭൂതകാലത്തിൽ BJP-യുടെ സംസ്ഥാന സമിതി അംഗമായിരിക്കുന്ന ഘട്ടത്തിൽ തീവ്രമായ വർഗീയ നിലപാടുകൾ സ്വീകരിച്ച ആളാണ്. പാലക്കാട് മണ്ഡലത്തെ സംബന്ധിച്ച് മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ വളരെയധികമുള്ള ഒരു മണ്ഡലം കൂടിയാണ് പാലക്കാട് മണ്ഡലം. അതുകൊണ്ട് തന്നെ ആ മുസ്ലിം ന്യൂനപക്ഷ വോട്ടുകൾ ഈ സന്ദീപ് വാര്യരുടെ വരവോടുകൂടി ഏത് തരത്തിൽ UDF-ലേക്ക് കേന്ദ്രീകരിക്കും, UDF-ലേക്ക് ഏകീകരിക്കും എന്നത് സംബന്ധിച്ച് ഒരാശങ്ക UDF പാളയത്തിന് തള്ളിക്കളയാൻ കഴിയില്ല. പക്ഷേ NDA സംബന്ധിച്ച് സന്ദീപ് വാര്യർ BJP-യുടെ വക്താവായിരുന്നു, BJP-യുടെ മുഖമായി നിന്ന ആളാണ്, സംസ്ഥാന സമിതി അംഗമായിരുന്നു. ചാനൽ ചർച്ചകളിൽ ഉൾപ്പെടെ BJP-യുടെ വക്താവായി ഘോരഘോരം സംസാരിക്കുന്ന അല്ലെങ്കിൽ BJP-ക്ക് വേണ്ടി പ്രചരണ രംഗത്ത് ഉൾപ്പെടെ സജീവമായി നിന്നൊരു ആൾ കൂടിയാണ്. ആ സന്ദീപ് വാര്യരുടെ കോൺഗ്രസിലേക്കുള്ള ഈ കടന്നുവരവ് സന്ദീപ് വാര്യരെ അനുകൂലിക്കുന്ന ആളുകൾക്കിടയിൽ എന്ത് ചലനമാണ് സൃഷ്ടിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് NDA ക്യാമ്പിലും ആശങ്ക ഉണ്ടാകുമെന്ന് തന്നെ മനസ്സിലാക്കണം. അത് പൂർണ്ണമായും തള്ളിക്കളയാൻ കഴിയും. എന്തായാലും വ്യക്തമാണ്. അജയ് നാഥാണ് വിശദാംശങ്ങൾ നൽകിയത്. അജയ് സൂചിപ്പിച്ചുള്ള സന്ദീപിന്റെ രാഷ്ട്രീയ ചുവടുമാറ്റം അത് ഏത് തരത്തിലാകും, കോൺഗ്രസിന് അനുകൂലമാകും, ഒപ്പം BJP അതിനെ എങ്ങനെ നേരിടും എന്നതൊക്കെ നമ്മൾ വരും ദിവസങ്ങളിലാണ് കണ്ടറിയാൻ സാധിക്കുക. അജയ് നാഥാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്.